മുളയും കെട്ട് പൂക്കും. ഇപ്പം നമ്മുടെ നാട്ടിൽ മുളയും കെട്ട് പൂത്താൽ, ഈ നമ്മുടെ നാട്ടിൽ ഒരു മുള പൂത്താൽ നാട്ടിലുള്ള മുള മുഴുവനും പൂക്കും. ഇത്ര ചുറ്റളവിലുള്ള മുളകൾ മുഴുവനും പൂത്തിട്ട് അതിനൊരു തരം ഗോതമ്പിൻ്റെ മണിയുടെ ജാതിയിലൊരു തരം ഒരു ധാന്യമണി ഉണ്ടാവും. അത് നിറയെ ഇങ്ങോട്ട് വീഴും. ആ മുള ഇങ്ങോട്ട് പൂക്കണതോട് കൂടിയിട്ട് എന്തായിട്ട് തീരും? നാട്ടിലെ എല്ലാ മുളകളും അതിൻ്റെ വേരോടെ ഉണങ്ങിപ്പോവും. പിന്നെ ഒരൊറ്റ മുള, പിന്നെ 10-25 കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിൽ വണ്ണുള്ള മുള ഉണ്ടാവുള്ളൂ. എന്താ കാരണം? ഈ വിത്ത് മണികൾ നിലത്ത് വീണ് അത് പുല്ല് പോലെ മുളയ്ക്കുക. ഏത് മുളയുടെ തയ്യേ പുല്ല് പോലെ ഉണ്ടാവും. അത് പിന്നെ അടുത്ത തവണ വരുമ്പോഴേക്ക് കുറച്ചുകൂടി വണ്ണം വെച്ച്, അടുത്ത കൊല്ലം നമ്മൾ ഇത്തിരി കൂടി വണ്ണം വെച്ച്, അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ വണ്ണിച്ച് വരുള്ളൂ. എന്നിട്ട് പിന്നെ ഇത് വലിയ മുളം കൂട്ടായിട്ട് തീരണമെങ്കിൽ പിന്നെ ഒരു 5-10 കൊല്ലമൊക്കെ പിടിക്കും. അങ്ങനെയാണ് മുള നശിച്ചു പോയാൽ. ഇപ്പോൾ മുള പൂക്കുക എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്, നാശം കൂടിയാണ്. മുള പൂക്കണ പോലെയാണ് എൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയും? ഇതോടെ എൻ്റെ നാശം കൂടി ആയി. കൈകയുടെ ഒരു ഐശ്വര്യം നമ്മുടെ മുള പൂത്ത മാതിരിയായിപ്പോയി ഇല്ലേ? വലിയൊരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് നാശത്തിലേക്ക് പോണ മട്ടായിട്ട് തീർന്നു. അങ്ങനെ അമ്മമാരെയൊക്കെ മുമ്പിൽ നടത്തിച്ചിട്ടാണ് ആര് വന്നത്? ഇത് വസിഷ്ഠരെ. അദ്ദേഹം ഒരു നല്ല സമ്പ്രദായക്കാരനല്ലേ. അമ്മമാർ പ്രായമുള്ളവരാണ്, വയ്യായുള്ളവരാണ്, ക്ഷീണമുണ്ട്, പിന്നെ തൻ്റെ അത്തയന്മാരോളും ഉണ്ട്. അവരെ എല്ലാവരെയും കൂടി 4 സ്ത്രീകളെ മുമ്പിൽ നടത്തിച്ച്. 4 സ്ത്രീ ആരൊക്കെയാ? കൗസല്യ, കൈകേയി, സുമിത്ര, അരുന്ധതി. 4 ആളായില്ലേ? അവരുടെ പിമ്പിലാണ് കാരണവർ വസിഷ്ഠര്, ഗുരുനാഥൻ പിമ്പിലും. അങ്ങനെ അവരെയും കൂട്ടി വേഗം നടന്ന് രാമനിരിക്കുന്ന സ്ഥലത്തേക്ക് ആരെത്തി? വസിഷ്ഠരും എത്തി. ഇവർ വേഗം വന്നു. അപ്പോഴേക്ക് എന്താണ്ടായത്? സുമിത്രയും ഒക്കെ ഉണ്ട് കൂടെ. സുമിത്രയ്ക്കൊക്കെ വലിയ സന്തോഷമുണ്ട്. അങ്ങനെ ഇവർ വരുന്ന വഴിക്ക് പുഴയുടെ കരയിലെത്തിയപ്പോൾ എന്ത് കണ്ടു? ഈ പിണ്ടം വെച്ചത് കണ്ടു. പുഴയുടെ കരയിൽ കൂടിയാണല്ലോ അവർ വരുന്നത്. ആര് തൊട്ട് മുമ്പ് പിണ്ടം വെച്ച് പോയില്ലേ? ദക്ഷിണാഗ്രേഷു ദർഭേഷു സാദരിശ മഹീതലേ. അവരെന്ത് കണ്ടു? ദക്ഷിണാഗ്രേഷു ദർഭേഷു, തെക്കോട്ട് തിരിച്ചിട്ട് ദർഭയിൽ നമ്മൾ പിണ്ടം വയ്ക്കുമ്പോൾ തെക്കോട്ടാണല്ലോ ദർഭയുടെ തല വയ്ക്കുക. അപ്പം അതുകൊണ്ട് നോക്കൂ, എന്താണ്? പിതുരിങ്കുതി പിണ്യാകം ന്യസ്തം ആയതലോചന. അമ്പോ എന്താ പറയുന്ന? പിണ്ടം വെച്ചതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ അടുത്തെവിടെയോ ഉണ്ട്. അപ്പോൾ അവർക്ക് വലിയ സങ്കടം തോന്നി. എന്താ അല്ലേ പറയുക? ഈ പിണ്ടം വെച്ചതൊക്കെ ആലോചിച്ച് നോക്കൂ. വലിയൊരു രാജാവിനാണ് ഈ പിണ്ണാക്കൊണ്ട് പിണ്ടം വെച്ചത്. അവർ സമാധാനിക്കുകയും ചെയ്തു. എന്താ സമാധാനിച്ചത്? ശ്രുതിസ്തുഖല്യം സത്യലൗകികീം പ്രതിഭാതിമേ യദന്നം പുരുഷോഷ്ണാദി തദന്ന തസ്യ ദേവതാഹ. നേരത്തെ പറഞ്ഞ ഇതിനെ ഒന്നും കൂടി പറഞ്ഞത്, അവനവൻ കഴിക്കണതാണ് അവനവൻ്റെ ദേവതമാർക്കൊക്കെ കൊടുക്കുക എന്നും പറഞ്ഞു. എന്നിട്ട് അവിടെ ഇതൊക്കെ കണ്ടു. എന്ത് ചെയ്തു വെച്ചാൽ നേരെ പോകുന്ന രാമനെ കണ്ടു. രാമൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോഴേക്ക് അമ്മമാരെയൊക്കെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. സങ്കടത്തോടു കൂടി പറഞ്ഞ അമ്മമാരെ ഓടിച്ചെന്ന് നമസ്കരിച്ചു. കൈകേയി, കൗസല്യയെ നമസ്കരിച്ചു. സുമിത്രയുണ്ട്, സുമിത്രയെ നമസ്കരിച്ചു. 4 പേരും നമസ്കരിച്ചു. ആരെ കണ്ടു? കൈകേയി നമസ്കരിച്ചു. കൈകേയി നമസ്കരിച്ചു കേട്ടോ. ഭരതനും ഈ രാമനും ലക്ഷ്മണനൊന്നും എന്ത് ചെയ്തു? ലക്ഷ്മണൻ അതൊക്കെ പറഞ്ഞു വെച്ചാലും അതൊക്കെ ഒരു ഊശ്വരൻ അങ്ങോട്ട് പറഞ്ഞു. അതൊന്നും ഉള്ളിക്കൊണ്ട് നടക്കുന്ന ആളല്ലാരെ ലക്ഷ്മണനെ. അങ്ങനെ പകയൊന്നുള്ള ആളൊന്നുമല്ല. പിന്നെ രാമനെ ആരെ എതിർത്താലും ആർക്കനിഷ്ടാവും. അതിന് അച്ഛനല്ല അമ്മയല്ല, ആരെ എതിർത്താലും ആർക്കനിഷ്ടമാണ്. അങ്ങനെയുണ്ട്. ചില സ്നേഹമുള്ളവരെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതൊരു നിഷ്കളങ്കമായ സ്നേഹമാണ്. അത് അങ്ങനത്തെ ഒരു വിചാരമില്ലാത്ത സ്നേഹത്തിന് അങ്ങനെ പറയുക. ഇപ്പം നമ്മളൊരു നായക്കുട്ടിയെ വളർത്തിയിട്ടുണ്ട് വെച്ചാൽ ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കാനോ നമ്മുടെ അടുത്തേക്ക് വന്ന് ആര് കടിക്കാൻ പോവും? ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആളാവും നമ്മുടെ അടുത്തേക്ക് വന്നത്. ഈ നായക്കുട്ടി എന്ത് ചെയ്യും? അയാളെ പോയി കടിക്കാനും കുരച്ച് പേടിപ്പിക്കാനൊക്കെ നിൽക്കില്ലേ? എന്താ കാരണം? അതിന് നമ്മളോട് അത്രയ്ക്ക് നിഷ്കളങ്കായ സ്നേഹമാണ്. അപ്പം അതുകൊണ്ട് ആരും നമ്മളെ തുടർന്നതും പുറപ്പെടുമ്പോൾ അതിന് ഇഷ്ടാവില്ല. എന്നുവെച്ചാൽ കൂടുതൽ ചിന്തിക്കണേ ഒരു എന്നുവെച്ചാൽ അത്രയ്ക്ക് ഒരു അന്ധമായിട്ടുള്ള, അത്രയ്ക്ക് ദൃഢമായ ഒരു സ്നേഹമാണ്. ഈ ഭരതനാണെങ്കിലും പിന്നെ ലക്ഷ്മണനാണെങ്കിലും എല്ലാവർക്കും രാമനോടുള്ളൊരു സ്നേഹം, അതിലൊരു വിചാരമൊന്നുമില്ല. എന്താ കാരണം? വിചാരിക്കേണ്ട കാര്യമില്ലേ? എന്തുകൊണ്ട്? അത്രയ്ക്ക് യോഗ്യനാണ് ആര്? ജ്യേഷ്ഠൻ. അത്രയ്ക്ക് മിടുക്കനാണ്. അത്രയ്ക്ക് എല്ലാവർക്കും ബഹുമാന്യനും സ്നേഹം നിറഞ്ഞവനൊക്കെയാണ്. അതുകൊണ്ട് അമ്മമാരെ ചെന്ന് നമസ്കരിച്ചു, നല്ലോണം സന്തോഷിപ്പിച്ച് നമസ്കരിച്ചു. കൗസല്യയ്ക്കും കൈകേയിക്കും സുമിത്രയ്ക്കൊക്കെ വേണ്ട മാതിരി പരിഗണന കൊടുത്ത് അവരെയൊക്കെ സൽക്കരിച്ചിരുത്തി. അങ്ങനെ സൽക്കരിച്ചിരുത്തിയിട്ട് അപ്പം എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ വർത്തമാനം നടക്കുകയാണല്ലോ. ഭരതൻ പറഞ്ഞു, ജ്യേഷ്ഠ സന്തോഷം. ചോദിച്ചു, എന്തിനാ ഉണ്ണിയെ നീ ഇങ്ങോട്ട് പോകുന്നത്? അച്ഛൻ തന്ന രാജ്യമൊക്കെ നല്ലോണം ഭരിച്ചിരിക്കുകയല്ലേ വേണ്ടത്? ഇപ്പം ഇങ്ങോട്ട് പോരുക വേണ്ടത്? അതിപ്പം നന്നായത്. എന്തിനാ ഇപ്പം ഇങ്ങോട്ട് പോകുന്നത് ചോദിച്ചു. അത് കേട്ടപ്പം പറഞ്ഞു, ഈ മരവുരിയൊക്കെ ചുറ്റിയിട്ടിരിക്കുന്ന രാമനെ കണ്ടപ്പോൾ അമ്മമാർക്ക് സഹിച്ചില്ല. എന്താ കാരണം? രാമൻ മരവുരി ചുറ്റി ജട കെട്ടിയിരിക്കുന്നത് ആര് കണ്ടിട്ടില്ല? കൗസല്യ കണ്ടിട്ടുണ്ടോ? ഇവരാരും കണ്ടിട്ടില്ലല്ലോ. ഈ ജട കെട്ടിയതൊക്കെ എവിടെ നിന്നാണ്?
ഗംഗയുടെ കരയിലെത്തിയ ഗുഹൻ്റെ അടുത്ത് നിന്നല്ലേ കെട്ടിയത്. അപ്പം അതുവരെ നല്ല മുടിയും സമ്പ്രദായമായിട്ട് പോയതല്ലേ, എന്തല്ലേ. അതുകൊണ്ട് ഈ ഭരതൻ ചെന്ന കാൽക്കൽ വീണ് തൊഴുത് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഭ്രാതുശിഷ്യസ്യ ദാസസ്യ പ്രസാദം കർത്തുമരിഹസി. അങ്ങയുടെ സഹോദരനാണ്, അങ്ങയുടെ ശിഷ്യനാണ് ഞാൻ, അങ്ങയുടെ ദാസനാണ് ഞാൻ, എന്നോട് പ്രസാദിക്കണം. എന്താ ഉണ്ണിയെ വേണ്ടത്? ഏട്ടൻ എൻ്റെ കൂടെ വരണം. എവിടേക്ക്? കൊട്ടാരത്തേക്ക്. അയ്യോ അങ്ങനെ പറയരുത് ഉണ്ണിയെ, അച്ഛൻ പറഞ്ഞ വാക്ക് പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഇപ്പം തൻ്റെ കൂടെ ഞാൻ വന്ന മോശമല്ലേ? അച്ഛൻ എന്നോട് എന്ത് വിചാരിക്കും? നമ്മുടെ അച്ഛൻ അച്ചപ്പം ഇല്ലേ ഇനി, അതുകൊണ്ട് അത് ഞാൻ ചെയ്യില്ല. യാവൽ പിതരി ധർമ്മജ്ഞ ഗൗരവം ലോക. അച്ഛൻ എങ്ങനെയാണോ ഞങ്ങൾക്ക് അതുപോലെയാണ് ജ്യേഷ്ഠ അങ്ങ്. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യരുത്? അച്ഛനോട് പറയും പോലെ ഞാൻ അങ്ങോട്ടോ പറയുന്നത്. അങ്ങ് എന്ത് ചെയ്യണം? കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരണം, എന്തായാലും വരണം. രാമൻ പുറത്ത് തലോടിയിട്ട് പറഞ്ഞു, ഉണ്ണി അങ്ങനെ പറയരുത്, അത് അധർമ്മമാണ്. അച്ഛനൊരു കാര്യം പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു, ഞാൻ പോവുക എന്നും പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ഇനി ചെയ്യില്ല എന്ന് പറയുന്നതോ അത് ശരിയല്ല. അപ്പോൾ ഉണ്ണി എന്ത് ചെയ്യണം? ത്വയാ രാജ്യമയോധ്യായം പ്രാപ്തവ്യം ലോകസത്കൃതം വാസ്തവ്യം ദണ്ഡകാരണ്യേ മയാ വൽക്കലവാസിന. അതുകൊണ്ട് ഉണ്ണി കൊട്ടാരത്തിൽ രാജാവായിട്ട് വാഴുക, ഞാൻ കാട്ടിൽ താപസനായിട്ട് കഴിയുക. ഇതാണ് അപ്പോഴത്തെ സമ്പ്രദായം. അച്ഛൻ അങ്ങനെയാണ് നമുക്ക് അച്ഛനാണ് പ്രമാണം. അച്ഛൻ അങ്ങനെയല്ലേ കൽപ്പിച്ചത്. ഇല്ലെങ്കിൽ അന്ന് എന്നോട് പറയേണ്ട അങ്ങനെയല്ല എങ്ങനെയാണെന്ന്. അച്ഛൻ പറഞ്ഞ ആ വാക്കിനി മാറ്റി പറയാൻ അച്ഛനില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളത് പരിപാലിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വരില്ല എന്ന് രാമനും വരണമെന്ന് ഭരതനും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും കൂടി അതൊന്നും പറയണ്ട. നേരം രാത്രിയായി വർത്തമാനം പറഞ്ഞിരുന്നിട്ട് ശോചതാമേ വരചനീ ദുഃഖേന ആണ്. അന്ന് ആ രാത്രി അങ്ങനെ ദുഃഖിച്ച് നേരം വെളിച്ചാക്കി എന്നും പറയും. എന്ത് രാത്രി വെളിച്ചാക്കി? വർത്തമാനം പറഞ്ഞ് വിഷമം പറഞ്ഞിരുന്നിട്ടാവും നേരം വെളിച്ചായിട്ടുണ്ടാവുകയോ, ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ രാത്രി വെളിച്ചായപ്പം എല്ലാവരും എന്ത് ചെയ്തു? മന്ദാകിന്യാംഹുതം. നാലാളും കൂടി പോയി മന്ദാകിനി ഗംഗയിൽ പോയി കുളിച്ചു, സന്ധ്യാവന്തനൊക്കെ കഴിച്ചു. അവരെന്ത് ചെയ്തു? നല്ലോണം മനസ്സിരുത്തിയിട്ട് വന്നിരുന്ന് വീണ്ടും ഇങ്ങനെ വർത്തമാനം പറഞ്ഞു. അപ്പോഴാണ് ഭരതൻ വീണ്ടും പറഞ്ഞു, ജ്യേഷ്ഠ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ, അതുകൊണ്ട് അങ്ങ് വരണം, എൻ്റെ കൂടെ വരണം. ദുഃഖിച്ചും കരഞ്ഞും വിഷമിച്ചും അങ്ങനെ ഇരിക്കുമ്പം അതിന് മറുപടി ആയിട്ട് പറഞ്ഞു, ഇതിലൊന്നും കാര്യമില്ല കുട്ടിയെ, അതുകൊണ്ട് നമ്മൾ അതിനൊന്നും വിഷമിക്കേണ്ട, രാജ്യം ഭോഗം എന്നൊന്നും വിചാരിക്കേണ്ട, ഉണ്ണി നന്നായി ഭരിക്കും. കാരണം എന്താ ചോദിച്ചാൽ ഞാൻ എന്നോട് പറയണ ഈ ഭൂമിയിൽ നമ്മൾ വിചാരിച്ച മാതിരി ഒന്നും എന്നും ഉള്ളതല്ല. എന്താ കാരണം? സർവേ ക്ഷയാന്താ നിചയാഃ പതനാന്താ സമുച്ഛ്രയാഃ സംയോഗോ വിപ്രയോഗാന്താ. അതല്ലേ സംയോഗാഃ വിപ്രയോഗാന്താഃ മരണാന്തം ച ജീവിതം. അങ്ങനെയാ കുട്ടിയെ എന്താ പറഞ്ഞത്? വലിയൊരു കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. സർവേ ക്ഷയാന്താ, എല്ലാ സമ്പത്തും എത്ര നമ്മൾ കുന്നുകൂട്ടി വെച്ച സമ്പത്തുണ്ടെങ്കിലും അതൊരു ദിവസം എന്താവും? ഇല്ലാതെ കണ്ടാവും. അതാണ് പതനാന്താഃ സമുച്ഛ്രയാഃ. എത്ര വലിയ കയറ്റത്തിനും ഒരു ഇറക്കുണ്ടാവും അല്ലേ? അതിലെ പതനാന്താ സമുച്ഛ്രയ, ഏതൊരു ഉയർച്ചയ്ക്കും ഒരു താഴ്ച ഉണ്ടാവും. സംയോഗാഃ വിപ്രയോഗാന്താഃ, ഏതേത് തമ്മിൽ കൂടി അതൊക്കെ ഒരു ദിവസം വേർപെട്ട് പോകേണ്ടതായിട്ട്, ആരെങ്ങനെ തമ്മിൽ കൂടിയാലും വേർപെട്ട് കൊണ്ടുവരും. മരണാന്തം ച ജീവിതം, ഈ ജീവിതമാണെങ്കിലോ മരണത്തോട് കൂടിയിട്ട് അതും തീരും. അതെന്ത് ചെയ്യരുത്? ഇതൊന്നും പുറപ്പെട്ടിട്ട് കാര്യമല്ലേ. ആയുംഷി, അതാ നമ്മുടെ ആയുസ്സാണെങ്കിൽ ഇങ്ങനെ അത്യേതിരചനീയാതോ സാന പ്രതിനിവർത്തതേ. ഇന്നത്തെ രാത്രി അങ്ങോട്ട് പോയാൽ ആ രാത്രി ഇനി വരില്ല. ഇന്നിപ്പോൾ ഒരു രാത്രി അങ്ങോട്ട് കഴിഞ്ഞു, ഇപ്പം ഈ വൈകുന്നേരം അങ്ങോട്ട് കഴിഞ്ഞു കൂട്ടിക്കോളൂ. ഈ വൈകുന്നേരം നമ്മുടെ ജീവിതത്തിലൊരു കാലത്തും ഇല്ല. നാളെ ഉണ്ടാവില്ലേ? നാളത്തെ വൈകുന്നേരം എന്താണ്? ഇന്നത്തേത് കഴിഞ്ഞു, ഇനി ഇത് നമ്മുടെ ജീവിതത്തിലൊരു കാലത്തും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. അതാ പറയുന്നത് യാത്യേവ യമുനാ പൂർണ്ണ സമുദ്രം. അതല്ലേ ഉണ്ടായത്. ഈ യമുന സമുദ്രത്തേക്ക് അങ്ങോട്ട് പോയി ചേർന്നാൽ പിന്നെ യമുന തിരിച്ചിങ്ങോട്ട് വരുമോ? അത് പിന്നെ വരില്ല, അത് അങ്ങോട്ടേ കൂടി. അഹോരാത്രാണി ഗച്ഛന്തി, രാവും പകലും ഇങ്ങനെ പോവുകയാണേ. സർവേഷാം പ്രാണിനാമിഹ, നമുക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഇതിങ്ങനെ പോവുകയാണേ. ആയുംഷി ക്ഷപയന്ത്യാശോ ഗ്രീഷ്മേ ജലം ഇവംശവഃ. അതാണ് നമ്മുടെ ആയുസ് ഇങ്ങനെ കുറഞ്ഞും കൊണ്ടിരിക്കുക. ഏതുപോലെ? ഗ്രീഷ്മേ ജലം. ഗ്രീഷ്മം വേനൽക്കാലത്തെ വെള്ളം പോലെയാണെന്ന്. എന്തുപോലെ? നമ്മുടെ പാടത്തൊക്കെ കണ്ടിട്ടില്ലേ? പാടത്തൊക്കെ ഏതാണ്ട് ഒരു മകരമാസം വരെയൊക്കെ കുറേശ്ശെ എന്തുണ്ടാവും? വെള്ളം നമുക്ക് തോട്ടിലൊക്കെ ഉണ്ടാവും. കുംഭാവുമ്പോഴേക്ക് എന്താവും?
രാവിലെ നമ്മൾ അങ്ങോട്ട് പോകുമ്പം തളം കെട്ടി കിടക്കണ വെള്ളം ഉച്ചയ്ക്ക് വരുമ്പം കുറച്ചും കൂടി വറ്റിയിട്ടുണ്ടാവും. അല്ലെ പിന്നെ പിറ്റേന്ന് നമ്മൾക്ക് തീരെയും വറ്റിയിട്ടുണ്ടാവും. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വറ്റി ആണ് ഗ്രീഷ്മേ ജലം. ഗ്രീഷ്മകാലത്തെ ആ വേനൽക്കാലത്തെ വെള്ളം പോലെ എന്തായിട്ട് തീരുന്നു, അത് വറ്റി പോവുക നമ്മുടെ ആയുസ്. അതുകൊണ്ട് എന്തേ വേണ്ട ഉണ്ണി, ആരെക്കുറിച്ചാണ് നമ്മൾ ദുഃഖിക്കേണ്ടത്? ആത്മാനം അനുശോചത്വം കിമന്യം അനുശോചസി. വേറെ ആരെക്കുറിച്ച് നമ്മൾ ദുഃഖിക്കുന്നത്? അവനവനെ കുറിച്ച് ദുഃഖിക്കുകയല്ലാതെ വല്ലവരെയും കുറിച്ച് ദുഃഖിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവനവനെ കുറിച്ച് ദുഃഖിക്കുണ്ണി. ആയുസ്തേ ഹീയതേ യസ്യ സ്ഥിതസ്യ ച ഗതസ്യ ച. ഇരിക്കണോൻ്റെയും നടക്കണോൻ്റെയും ഒക്കെ പോണുണ്ട്. എന്ത് ആയുസ്? ഇരിക്കുക എന്നാൽ കുറച്ചു നേരം പോകാണ്ടിരുന്നോട്ടെ. എന്ത് ഇരിക്കുമ്പോഴും ആയുസ് പോകുന്നുണ്ട്, നടക്കുമ്പോഴും പോകുന്നുണ്ട്, കിടക്കുമ്പോഴും പോകുന്നുണ്ട്, ഉറങ്ങുമ്പോഴോ ധാരാളമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോവുക നമ്മൾ. കണ്ടില്ലേ, അത് കാലം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സഹൈവ മൃത്യുർവ്രജതി സഹ മൃത്യുർനിഷീദതി ഗത്വാ സുദീർഘമധ്വാനം സഹ മൃത്യുർനിവർത്തത്തെ. മരണം എന്ന് പറഞ്ഞതേ നമ്മുടെ കൂടെ ഇങ്ങോട്ട് കൂടിയതാ. എന്താ കാരണം? സഹോദരൻ്റെ മാതിരിയാണ് ആര്? ഈ മരണം. എന്താ ഈ സഹോദരൻ്റെ മാതിരി എന്ന് പറയുന്നത്? അതായത് നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ എന്തും ജനിക്കും, നമ്മുടെ മരണവും ജനിക്കും എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മൾ ജനിക്കണ കൂടെ, അതായത് നമ്മൾ ജനിക്കുമ്പോഴേ അത് തീരുമാനമാവുകയാണേ. എന്ത് തീരുമാനമാവുകയാണ്? നമ്മൾ ജനിക്കുമ്പം തീരുമാനിച്ചു ഇത് എന്നാണെന്നൊക്കെ എന്ത് അത് തീരുമാനിച്ചിട്ടുണ്ടേ. പക്ഷേ നമ്മൾ ജനിക്കുമ്പോൾ തീരുമാനമാവുന്നൊരു സംഗതി എന്താണെന്നറിയോ? നമ്മൾ ജനിക്കുമ്പോൾ കൃത്യമായിട്ടൊരു അപ്പം തീരുമാനമായി. അതെന്താ തീരുമാനമായത്? മരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ജനിക്കുമ്പോൾ തീരുമാനമാവണതാണ് ഇത് മരിക്കുന്നു. നമ്മൾ ഇനി ഏതെങ്കിലും ജനിച്ച വീട്ടിലൊന്നും പോയിട്ട് പറയണ്ട അങ്ങനെ അത് തീരുമാനമായി ഇത് മരിക്കും കിട്ടുമെന്ന്. തല്ലി അവർ ചതച്ച വീട് എവിടുന്ന്. അങ്ങനെ പറയാനല്ല പറഞ്ഞത്. പക്ഷേ ഒരു ഉണ്ണി ജനിക്കുമ്പോൾ, ഒരു സന്താനം ജനിച്ചു വരുമ്പം അപ്പം നമുക്ക് തീരുമാനമാവുന്ന ഒറ്റ ഒരു കാര്യം തീരുമാനം. ഡോക്ടറാവോ എഞ്ചിനീയറാവോ അതോ തല്ലുള്ളിയാവോ ഒന്നും നമുക്ക് തീരുമാനമില്ല. ഒറ്റ കാര്യം തീരുമാനം, ഇത് മരിക്കും. അത്രയ്ക്ക് ഉറപ്പുള്ളൊരു കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് മരണം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ കൂടെ ജനിക്കണതാണ് ഈ മരണേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു ചേട്ടോ, നമ്മുടെ കൂടെ ഇങ്ങനെ നടന്ന് കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുക. നമ്മൾ ഇങ്ങനെ കുറച്ചങ്ങനെ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കേ പോവല്ലേ? ആരോട്? മരണം നമ്മളോട് ചോദിക്കും. അപ്പം നമ്മൾ പറയും ഇപ്പം തന്നെ പോകാനായിട്ടില്ല, കുറച്ചും കൂടി നല്ല വലിയ ഫീസ് കൊടുത്തിട്ടാണ് ഞാൻ പഠിക്കണത്. എന്ത് CBSE? അതോ ഫീസ് അവിടെ? അതുകൊണ്ടാണേ പോവുക അല്ലേ? അപ്പോൾ 10ാം ക്ലാസ്സാണ് കഴിഞ്ഞോട്ടെ. 10ാം ക്ലാസ് ആയിക്കോട്ടെ. അപ്പോൾ 10ാം ക്ലാസ് വരെ ആരും മിണ്ടിയില്ല, മരണം മിണ്ടിയില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പം നല്ല മാർക്കൊക്കെ കിട്ടി പാസ്സായി. നല്ലോണം നാട്ടുകാരൊക്കെ വരണു, എന്നിട്ട് ഇങ്ങനെ മിഠായി തരുന്നു, നമ്മളത് തിന്നണു, വയ്യാണ്ട് ആവണു, പിന്നെ തരുന്നു. അങ്ങനെ വലിയ സ്നേഹമായിട്ട് കൊണ്ട്. അപ്പം മരണം ചോദിച്ചു പോവല്ലേ ചോദിച്ചു. അപ്പം നമ്മളെന്ത് പറയും? ഇനിയിപ്പം അത്രയൊക്കെ ഇങ്ങനെ കൊണ്ടാടിയും കൊണ്ടിരിക്കും ഞാൻ പോയെ മോശമല്ലേ? വലിയ പഠിപ്പിട്ടത് പോവല്ലേ? ആയിക്കോട്ടെ. ആര് പോയി? മരണം പോയി. അങ്ങനെ പഠിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ വലിയ പരീക്ഷയൊക്കെ പാസ്സായി വലിയ മാർക്കൊക്കെ വാങ്ങിയിട്ട് ഖേമനായില്ലേ? അപ്പോൾ ഒക്കെ കഴിഞ്ഞപ്പോൾ പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ മരണം വന്ന് ചോദിച്ചു പോവല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഏട്ടാ ഇതൊക്കെ തരായിട്ട് ഇനി ഇപ്പം അങ്ങോട്ട് പോയേ, എന്താ ഒരു കഷ്ടമാണ്. ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുക. എന്തിന്? നാളെ ഇൻ്റർവ്യൂ ആണ്. എന്തിൻ്റെ? പണി കിട്ടണതിൻ്റെ. അപ്പം അതൊന്നും കിട്ടിയിട്ടൊരു പണി കിട്ടിയിട്ട് ഒരു 2 മാസം ശമ്പളം വാങ്ങിയിട്ട് എന്നിട്ട് ഞാൻ വരാം. ആരോട് പറഞ്ഞു? അപ്പം നമുക്ക് നല്ല ജോലിയൊക്കെ കിട്ടി. 2 അല്ല 3, 4 മാസം ശമ്പളവും വാങ്ങി. അപ്പോഴത് ഒരു ദിവസം ഉച്ചയ്ക്ക് ആര് വരുന്നു? പറഞ്ഞു പോവല്ലേ ചോദിച്ചു. അപ്പം നമ്മൾ പറയും എന്താണ് നീ പറയണത്? ജോലി ഇങ്ങോട്ട് കിട്ടി, നല്ല ജോലി കിട്ടി, മഹാശമ്പളമൊക്കെ വാങ്ങിയിരിക്കുമ്പോൾ ഇപ്പം തന്നെ ഇങ്ങോട്ട് പോയാലോ? ഇങ്ങനെ ഓരോ ആലോചന വരുന്നുണ്ടേ. എന്താ ആലോചന? നമുക്ക് പിന്നെ അതാരാ പറഞ്ഞത്? എന്തൊക്കെ ആലോചന വരാല്ലേ? മരുന്ന് വാങ്ങണം എന്നൊരാലോചന വന്നൂടെ? ഊണഴിക്കണം എന്നൊരാലോചന വന്നൂടെ? പക്ഷേ ആലോചന എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലായത് എന്താ ആലോചനയാന്ന് അല്ലേ? അതാണ് പറയുന്നത്. അപ്പം ആലോചന എല്ലാവർക്കും പരിചയമുള്ള ആലോചനയാണേ. അപ്പം ആലോചന ഇങ്ങനെ വരണുണ്ടേ. അച്ഛപ്പം ഇന്നലെയും പറഞ്ഞു, അത് പിന്നെ 7 ചൊവ്വാഴ്ച ആയിരുന്നു. അതൊന്നും എന്തോ ചൊവ്വാഴ്ച ബുധനാഴ്ച എന്തോന്നുണ്ട് അതുകൊണ്ട് ശരിയായില്ല. പിന്നെ മറ്റേതാണെങ്കിലോ അങ്ങനെ മറ്റേ ജാതിയാണ്. അപ്പം അതൊന്നും നേരെയാവണില്ല. അതാണ്. അപ്പം അത് ഒന്ന് കഴിഞ്ഞിട്ട് പോരെ ചോദിച്ചാരോട്? മരണത്തിനോട്. മരണം വന്നായിക്കോട്ടെ, മരണം പോയി. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ ആരും വന്നു.
മരണം വന്നു. അപ്പം നീ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു, പോവല്ലേ ചോദിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു, എടോ 1 മാസമൊക്കെ അല്ലേ കഴിഞ്ഞുള്ളൂ, ഒരു ഒരു അതന്നെ പറഞ്ഞോളൂ കറക്കറിയാത്തത്. ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട് അതൊരു മോഹമാണ്, കുഞ്ഞിക്കാല്. അപ്പം മരണം പറഞ്ഞ അത് വേണം, ഇനിയിപ്പോൾ ഒരു കുഞ്ഞിക്കാലായാലും ബുദ്ധിമുട്ട്, ഇനിയിപ്പോൾ 1 കുഞ്ഞിക്കാലായാലും അതും ബുദ്ധിമുട്ട്, ഇനി കുഞ്ഞിക്കാലം 1 ഉള്ളൂ വെച്ചാൽ അതും ബുദ്ധിമുട്ട്, പല ജാതി ബുദ്ധിമുട്ടാണ്. അപ്പം പറഞ്ഞു അതൊന്ന്. അപ്പം മരണത്തിന് തോന്നി, ശരി എന്നാ ആയിക്കോട്ടെ. ആര് പോയി? മരണം പോയി. പിന്നെ കുറേ കാലം കഴിഞ്ഞ് വന്നു. അപ്പോഴേക്ക് കുഞ്ഞിക്കാലം 1 അല്ല 10-18 കുഞ്ഞിക്കാലായി. അപ്പം എത്ര എണ്ണായിട്ടുണ്ടാവും? ഗുണഘോഷമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, അതാണ് 10-8-9 എണ്ണായി. അപ്പം മരണം ചോദിച്ചു, ഇനിയിപ്പൊക്കെ കഴിഞ്ഞില്ലേ, ഇനി പോവല്ലേ ചോദിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു, ഈ 9 എണ്ണത്തിനെയും വെച്ച് അമ്മുട്ടി എന്ത് ചെയ്യും? എൻ്റെ മരണോ എന്താ അവൾ എന്ത് ചെയ്യും? കഷ്ടത്തിലാവില്ലേ? ആ കുട്ടികളെയൊക്കെ ഒരു ദിക്കിലേക്ക് പറഞ്ഞാക്കിയിട്ട് ജോലിയും വാങ്ങി കൊടുത്തു, കല്യാണമൊക്കെ കഴിപ്പിച്ചിട്ട് പോരേ ചോദിച്ചു. ആയിക്കോട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ മൂത്ത് നല്ല പഠിച്ചു മിടുക്കാനായി, അതിനെ നല്ല ഇതൊക്കെ ആയി. രണ്ടാമത്തും പഠിച്ചു മിടുക്കാൻ അതിനെയും കൊടുത്തു. അങ്ങനെ 9നെയും കൊടുത്തു നല്ലോണം കൊടുത്തേ. അപ്പോൾ ചോദിച്ചു, മരണം ചോദിച്ചു, പോവല്ലേ ചോദിച്ചു. കാര്യമൊക്കെ ശരിയാ, അമ്മുട്ടിക്ക് ഇനി ആരുണ്ട്? ഒറ്റയ്ക്കാവില്ലേ? അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ മരണത്തിന് മനസ്സിലായി ഈ സാധനം പോരില്ല. ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്ത കാശ് ആലോചിച്ചാൽ അപ്പോൾ ഒരു കാറ് വാങ്ങാനുള്ള കാശായിട്ടുണ്ടാവും. എന്ത് ഇത്ര കാലമായി ഇവൻ്റെ പിന്നാക്കാൻ നടക്കണോ? പോവല്ലേ ചോദിച്ചിട്ട് ഇപ്പം വെച്ചാൽ വരൂല്ല. എന്ത് ചെയ്യും? ഒടുക്കം മരണം എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ? മരണത്തിന് തോന്നി ശരിയാവില്ല, വരില്ല അവൻ. അങ്ങനെ കുറേശ്ശെ കണ്ണിന് കുറേശ്ശെ ഒരു ദിവസം നോക്കുമ്പം വലിയ ബോംബ് പൊട്ടിയതേ വായിക്കാൻ പറ്റും, ചെറിയ ബോംബൊന്നും കണ്ണിൽ പെടുന്നില്ല. വലിയ പൊട്ടിയത് ഠോ പൊട്ടിയതൊക്കെ കാണാനുണ്ട്, ടി പൊട്ടിയതൊന്നും. അപ്പം ആരോ പറഞ്ഞു ഇങ്ങനെ കാണാനില്ല പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സാരമില്ല, നമുക്ക് പോയിട്ട് മറ്റേ ദിക്ക് പോയിട്ട് നോക്കിയിട്ട് ആ സ്വർണത്തിൻ്റെ ചട്ടകൾ അങ്ങോട്ട് വെച്ചാലുണ്ടല്ലോ അമ്പടാ. അങ്ങനെ പോയി നോക്കിയപ്പം മറ്റേത് അങ്ങോട്ട് വെച്ചു. നല്ല സ്വർണത്തിൻ്റെതൊക്കെ വെച്ചപ്പോണ്ടല്ലോ കണ്ടാൽ ഇപ്പോൾ ഒരു 20 തോന്നുള്ളൂ. സ്വർണത്തിൻ്റേത് വെച്ചപ്പോൾ ഒരു 29 തോന്നുള്ളൂ പ്രായം. അത്രയ്ക്കായിപ്പോയി. ഇല്ലേ, അതിൻ്റെ ഇടയ്ക്ക് എന്താ ഉണ്ടായെന്നറിയൂ? ഒരു ദിവസം നോക്കിയപ്പം ഒരു വെള്ള രോമം, വെളുത്തത്. അപ്പം അമ്മുട്ടിയമ്മ പറഞ്ഞു, നോക്കൂ വെള്ള. അമ്മുട്ടിയെ വെള്ളയാ ചോദിച്ചു. അങ്ങനെ അമ്മുട്ടിയമ്മ മനുഷ്യരുത്തി. അങ്ങനെ പിന്നെ എന്നും രാവിലെ ഇങ്ങനെ മനുഷ്യരുത്തി വെള്ളയുടെ എണ്ണം കൂടാൻ തുടങ്ങി. അപ്പോൾ ആ പീസിക്ക് പോണതിൻ്റെ ഒരു 1/2 മണിക്കൂർ മുമ്പ് അമ്മുട്ടിയമ്മയുടെ വകയൊരു പണിയുണ്ട്. അങ്ങനെ ഒരു ദിവസം അമ്മുട്ടിയമ്മ ചോദിച്ചു, നീ കറുത്തത് പറിക്കണോ വെളുത്തത് പറിക്കണോ ചോദിച്ചു. കറുത്തത് പറിച്ചാൽ കുറച്ച് പറിച്ചാൽ മതി, മറ്റേതാകുമ്പോൾ മുഴുവനും പറിച്ചാൽ മിറ്റ പോലെ ഉണ്ടാവും എന്ത് തല. അപ്പോൾ ചോദിച്ചു എന്ത് ചെയ്യും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്നാൽ നമുക്കേ നീ പറിക്കണ്ട, മറ്റേ മരുന്നങ്ങോട്ട് വാങ്ങി തേക്കാമെന്നും പറഞ്ഞു. അങ്ങനെ മരുന്നങ്ങോട്ട് തേച്ചപ്പോൾ ഇപ്പോൾ കണ്ണാടി നോക്കിയപ്പം 25. അങ്ങനെ ഉണ്ടായത്. മരണം അങ്ങനെ കുറേശ്ശെ ഒരു സൂചന തന്നതാണേ. ഈ കണ്ണുമ്മലും ഇത് മുടിയുമ്പിലേക്ക് നേരെയാവില്ല. ഒട്ടുക്ക മരണത്തിന് മനസ്സിലായി ഇത് പോരില്ലേന്ന്. അപ്പം എന്ത് ചെയ്തു? കുറേശ്ശെ ഇവിടുന്ന് ഒരു പല്ല് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ അങ്ങനെയൊക്കെ ആയി. അപ്പോൾ അത് അവിടെയും ഇവിടേക്ക് ഈ സാധനം പോയപ്പോൾ ഒരു രസല്യാണ്ടി. അപ്പോൾ അമ്മുട്ടിയമ്മ എന്ത് ചെയ്തു? അമ്മുട്ടി നല്ല വിവരമുള്ള കൂട്ടത്തിലാണ്. ആര്? അമ്മുട്ടിയമ്മ പറഞ്ഞു കൊണ്ടുപോയിട്ട് ആസ്പത്രിയിൽ കൊണ്ടുപോയിട്ട് ഓരോന്ന് പറിച്ച് മുഴുവൻ അങ്ങോട്ട് പറിച്ചു. 33 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ 16 നാട്ടുകാരൊക്കെ വിചാരിച്ച് പോയില്ലോ. ബാക്കിയുള്ള 16 കൂടി ഇവരങ്ങോട്ട് പറിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? 2 വരി മുല്ലമൊട്ട അങ്ങോട്ട് വെച്ചു. ഇപ്പൊക്കെ ചിരിച്ചാലുണ്ടല്ലോ അങ്ങനെ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ച് വരണ മാതിരി. പണ്ടാ ഇങ്ങനെയൊക്കെ മതിലിടിഞ്ഞ മാതിരിയുള്ള പല്ലൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ നോക്കണം, പേടിയോ. ചുണ്ടൊക്കെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് കെട്ടിയിരുന്നത്. എന്തിന്? കൂട്ടിയടക്കാൻ പറ്റിയിട്ട് ഇതിങ്ങനെ നിന്നിട്ടേ. അതൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് 2 വരി മുല്ലമൊട്ട്. അപ്പോൾ പറയണ്ട. ഇപ്പം വയസ്സ് തോന്നി 23. മരണം തോൽക്കണേ. ഒരു തരത്തിലും കിട്ടണില്ല പിടിച്ചിട്ടേ. അവസാനം മരണത്തിന് മനസ്സിലായി ഇത് പോരില്ലല്ലോ. ഇതിവിടെ ഓരോന്നും ഇങ്ങനെ നേരെയാക്കി നിൽക്കുകയല്ലേ. ഒട്ടുക്കം ഈ കഴിച്ചാൽ ദഹിക്കായ ഇങ്ങനെ ദഹിക്കായ അങ്ങനെ വെച്ച് നോക്കി ഇനി വരുമോ. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ പിന്നെ ഫ്രൂട്ട്സ് ആക്കി. എന്താക്കി? അത് നല്ലോണം വയറിറച്ച് കഴിക്കും. മരണം തോറ്റു. ഇത് ചെയ്യും. ഒടുക്കം ഒരു ദിവസം ഫ്രൂട്ട്സ് വാങ്ങാൻ പോകുമ്പോൾ വിലങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി. അതാ വെറുതെ പറഞ്ഞല്ല, അതാ പറഞ്ഞ സഹൈ വാ. നമ്മുടെ കൂടെ നടക്കണ ആളാണ് ആര്? മൃത്യു. അത് എന്ത് വേണ്ടോ നമ്മളെപ്പോഴും സൂക്ഷിക്കണം. സഹൈ
ചൈവ മൃത്യുർവ്രജതി സഹ മൃത്യുർനിഷീദതി ഗത്വാ സുദീർഘമധ്വാനം സഹ മൃത്യുർനിവർത്തതേ. അങ്ങനെയാണ് നമ്മുടെ കൂടെ നടക്കുന്നത്. അവനെന്ത് വേണ്ട? യഥാ കാഷ്ഠം ച സമേയാതാം മഹാർണവേ. അതുപോലെ വിറകിൻ്റെ കൊള്ളി പാന്ധർവരു വഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ഠങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം എന്ന് പഠിച്ചിട്ടില്ലേ? അതിൻ്റെ സംസ്കൃതം അപ്പോൾ പറഞ്ഞത് എന്ത്? യഥാ കാഷ്ഠം ച സമേയാതാം മഹാർണവേ സമേത്യ ച വ്യതേയാതാം കാലമാസാദ്യ കഞ്ചന. ഈ പുഴയിലൊക്കെ ചുഴിയിൽ വിറകിൻ്റെ കൊള്ളി വന്ന് വട്ടം കൂടി ഇങ്ങനെ തിരിയൂലോ, മരത്തിൻ്റെ കൊള്ളികളൊക്കെ ഇങ്ങനെ. അപ്പോൾ ഒരു കൊള്ളി ഇങ്ങനെ വന്ന് തിരിഞ്ഞപ്പോൾ തോന്നി ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ വേറൊരു കൊള്ളി വന്നപ്പോൾ ഉണ്ണിയായി അത്തേമാരായി അങ്ങനെ അമ്മായിയായി എല്ലാവരും കൂടി ഇങ്ങനെ തിരിയണേ. അപ്പോൾ വല്ലാതെ വെള്ളം അങ്ങോട്ട് തള്ളിക്കയറി വന്നപ്പം ചുഴിയും കുഴിയൊക്കെ അങ്ങോട്ട് പോയി വിറകിൻ്റെ കൊള്ളി നാല് പാടായിട്ട് തീർന്നു. ഇതുപോലെയാണ് എന്ത് നമ്മുടെ ഈ കൂടിച്ചേരലും വിയോഗമൊക്കെ. ഒരിക്കലും ഇങ്ങനെ കൂടിച്ചേരും, കുറച്ച് കഴിഞ്ഞാൽ വേർപെട്ട് പോവും, പിന്നെ വേറെയൊക്കെ കൂടിച്ചേരും. ഈ ജീവൻ്റെ ഗതി ഇങ്ങനെയാണ്. അതുകൊണ്ട് നാത്ര കശിതുകൊണ്ട് ഇതിലൊന്നും വിഷമിച്ചിരിക്കൊന്നും വേണ്ട. ഇത് ലോകത്തിൻ്റെ ഗതി ഇങ്ങനെയാണ്. അതുകൊണ്ട് എന്ത് വേണ്ട, പരിഭ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നല്ലോണം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ധർമ്മത്തിൻ്റെ വഴി കൂടി അങ്ങനെ ഈ പല ജാതി പറഞ്ഞ് ആരെ ബോധ്യപ്പെടുത്തി നോക്കി ഭരതനെ പോകും. അങ്ങനെ ഭരതൻ പറഞ്ഞു, വലിയേട്ടാ ഒരു കാര്യം ചെയ്യുക, ഏട്ടൻ എൻ്റെ കൂടെ വരാതെ ഞാൻ പോകില്ല. ജ്യേഷ്ഠനാണ് രാജാവ് ആവേണ്ടത്. ഇല്ല വെച്ചാൽ ഞാൻ എന്ത് ചെയ്യില്ല, പോവില്ല. അതുകൊണ്ട് ജ്യേഷ്ഠൻ വരില്ല വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇവിടുന്ന് സമരത്തിന് പോവുക. സമരം നിശ്ചന്താർത്ഥം ലക്ഷ്മണ ദർഭെടുക്കുമെന്നും പറഞ്ഞു. ആരോട്? ലക്ഷ്മണനോട്. ലക്ഷ്മണൻ ദർഭെടുത്തില്ല. എന്താ കാരണം? ഏട്ട പറയട്ടെ എങ്ങനെ എടുക്കണത്? എന്തോ അവിവേകം ചെയ്യാൻ പോവുകയാണേ. ദർഭെടുക്കോ? എടുത്തില്ല. ഒടുക്ക എന്താ ചെയ്തു വെച്ചോണ്ടോ ഭരതൻ തന്നെ പോയി ആ തിണ്ണയമെന്ന് ദർഭെടുത്ത് കൊണ്ടുവന്ന് മിറ്റത്തെ വെയിലത്തിട്ടിട്ട് വടക്കോട്ട് അവിടെ തിരിഞ്ഞ് അവിടെ അങ്ങോട്ട് ഇരുന്നു. പ്രായോപവേശം കൊണ്ടിരുന്ന സമയത്ത് രാമൻ ചോദിച്ചു, അല്ല ഉണ്ണി, അതായത് ഏട്ടൻ ഈ കൊട്ടാരത്തിൽ വന്ന് രാജാവാവണത് വരെ ഞാൻ എന്ത് ചെയ്യില്ല, അനങ്ങില്ല എന്ന്. അപ്പം രാമൻ ചോദിച്ചു, ഉണ്ണിയെ ഇതെന്തിനുള്ള പുറപ്പാടാണ്? അല്ല ജ്യേഷ്ഠൻ വരാതെ ഞാൻ പോവില്ല. ആര് പറഞ്ഞു? ഭരതൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഉണ്ണിയെ ഈ പറഞ്ഞ പണി ക്ഷത്രിയന്മാരുടെ പണിയല്ല, ഇത് ബ്രാഹ്മണർക്ക് ചേർന്ന പണിയാണ് ഈ പ്രായോപവേശം. ഇത് അന്യൻ്റെ കർത്തവ്യം. നോക്കൂ, ബ്രാഹ്മണൻ്റെ കർത്തവ്യമാണോ ക്ഷത്രിയൻ ചെയ്യുക? നന്നായില്ലേ കുട്ടിയെ, മോശമായി എന്ന് പറയും. അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ആര്? ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു തോന്നി. വേഗം എണീട്ടോളൂ എന്നും പറഞ്ഞു. അപ്പോഴേക്ക് ഭരതൻ വേഗം ചാടി എണീട്ടു. പരിഭ്രമായി, ചെയ്തത് തെറ്റായില്ലേ, സാരല്ലേ ഉണ്ണിയെ പേടിക്കേണ്ട, ഏട്ടനെ ഒന്ന് വന്ന് തൊട്ടോളൂ, ശുദ്ധായിക്കോളൂ എന്നും പറഞ്ഞു. എന്തേ? ഏട്ടനെ ഒന്ന് തൊട്ടോളൂ. അങ്ങനെ ഭരതൻ ചെന്ന് തൊഴുത ഏട്ടൻ്റെ കാല് തൊട്ട് നമസ്കരിച്ചു. അതൊരു ശുദ്ധായി. പറഞ്ഞു, ഉണ്ണി ഏട്ടാ എന്താ ഇയാലും പറഞ്ഞ് എന്ത് പറഞ്ഞിട്ടും രാമനൊരനക്കൂല്ല. അവസാനം ഭരതൻ വീണ് കരഞ്ഞ് തൊഴാൻ പുറപ്പെട്ടപ്പം നിവൃത്തിയില്ലാതെ രാമൻ ഒരു സംഗതി പറയേണ്ടി വന്നു. രാമൻ ഭരതനെ അടുത്തേക്ക് വിളിച്ചു. ഉണ്ണിയെ ഞാനൊരു കാര്യം പറയാം, എന്താ വെച്ചോ, പുരാ ഭ്രാതഃപിതാ അല്ലേ, നമുക്ക് പുരാ ഭ്രാതഃപിതാനസ മാതരം തേ സമുദ്രഹൻ മാതാമഹേ സമാശ്രൗഷീൽ രാജ്യശുൽക്കമനുത്തമം. ഇതാദ്യമായിട്ടാണ് നമ്മൾ കേൾക്കണത്. എന്താ പറഞ്ഞത്? ഉണ്ണിയെ പുരാ ഭ്രാത, പണ്ട് പിതാനസ നമ്മുടെ അച്ഛനെ, മാതരം തേ സമുദ്വഹൻ നിൻ്റെ അമ്മ കൈകൈ ചെറിയമേ വേളിയിക്കുമ്പോഴേ മാതാമഹേ സമാശ്രൗഷിൽ മുത്തശ്ശനോടൊരു വാക്ക് കൊടുത്തിരുന്നു. മുത്തശ്ശന് എന്താ നിശണ്ടോ? രാജ്യശുൽക്കം അനുത്തമം, കൈകൈയിൽ ഉണ്ടാവുന്ന മകന് രാജ്യം കൊടുത്തോളാന്നൊരു പ്രതിജ്ഞ ആരോട് ചെയ്തിട്ടുണ്ട്? മുത്തശ്ശനോട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? എന്ത് ചെയ്യും നീ ചോദിച്ചു. ഭരതൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ആകെ ഇരിക്കുന്ന കുഴിഞ്ഞു വീണ് പോയ മാതിരി. ആര് ഇത് ഇവിടുന്ന് കിട്ടിയത്? രാമൻ ഈ വർത്തമാനം നമ്മളിത് എവിടെയും കേട്ടിട്ടില്ല അല്ലേ? ഇത് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ എത്ര നേരം ഇത് വായിക്കുന്നു. ജാതി വേണ്ടാത്തൊന്നും എവിടെയും നമ്മളാരും കേട്ടിട്ടില്ലല്ലോ. പിന്നെ എവിടുന്ന് കിട്ടി രാമൻ ഈ വർത്തമാനം? മറക്കണ്ട, പണ്ട് അഭിഷേകത്തിന് പുറപ്പെട്ട സമയത്ത് 2 തവണ ആരെ വിളിപ്പിച്ചിട്ടുണ്ട്? രാമനെ വിളിപ്പിച്ചു. ആദ്യത്തെ തവണ കൊട്ടാരത്തിൻ്റെ നടുക്കിരുന്ന് വിളിപ്പിച്ച സമയത്ത് സാമാന്യ വർത്തമാനേ പറഞ്ഞുള്ളൂ, ശരിയല്ലേ? ഇത് രണ്ടാമത്തെ തവണ വിളിപ്പിച്ചപ്പം അകത്ത മുറിയിലിരുന്നിട്ട് കുറച്ച് ഗൗരവ വർത്തമാനങ്ങൾ പറഞ്ഞു. അക്കൂട്ടത്തിൽ അന്ന് ദശരഥൻ പറഞ്ഞതാവണം എന്ത്?
ഇങ്ങനൊരു വർത്തമാനം. എന്ത് വർത്തമാനം? പുരാഭ്രാത, ഉണ്ണേ പണ്ടേ അല്ലേ, പിതാ നസ, നമ്മുടെ അച്ഛൻ മാതരം തേ സമുദ്വഹൻ, തൻ്റെ അമ്മയെ കല്യാണം കഴിക്കുന്ന സമയത്ത് മാതാമഹേ അശ്വപതി മഹാരാജാവിന് ഒരു വാക്ക് കൊടുത്തായിരുന്നു. കൈകേയി അങ്ങോട്ട് വെളിയിച്ച് കൊടുക്കാൻ കൊടുത്ത വരം എന്താണെന്നറിയോ? എന്താണ്? രാജ്യശുൽക്കം അനുത്തമ, കൈകേയിയിലുണ്ടാവുന്ന മകന് രാജ്യം കൊടുത്തോളാമെന്നൊരു വരം. ആ വരം ഇരിക്ക കൊണ്ടാണ് രാജാവ് പിന്നെയൊന്നും മിണ്ടാതിരുന്നത്. ഇത് ഭരതന് രാജ്യം കൊടുക്കണമെന്ന് പണ്ടേ ഏറ്റതാണ്. ചിലപ്പോൾ ഉണ്ടാവും, എന്താ വെച്ചാൽ സുന്ദരിയായിട്ടുള്ള കൈകേയി വിവാഹം ചെയ്യുമ്പോൾ രാജാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം. പക്ഷെ ഒരു ചെറിയ സംഗതി ചോദിക്കട്ടെ, എന്നിട്ട് എന്തുകൊണ്ട് ഈ രാമനെ പുറത്താക്കൂ, ഭരതനെ രാജാവാക്കൂ എന്ന് കൈകേയി പല ജാതി വാദങ്ങൾ പറഞ്ഞ് രാജാവിനെ മുട്ടിച്ചപ്പോഴും പല തരത്തിൽ രാജാവിനെ സമ്മർദ്ദപ്പെടുത്തിയപ്പോഴും ഈ സംഗതി കൈകേയി ഒരു ദിക്കിലും പറഞ്ഞില്ല? എന്തുകൊണ്ട്? കൈകേയിക്ക് പറയാറുന്നില്ലേ ഇത്? എത്ത് സൗകര്യമുള്ള രാജാവേ, പഴയ കാര്യം മറക്കരുത്. പണ്ടത്തെ ആ ഹണിമൂൺ കാലത്തെ വരം ചോദിച്ചതിനേക്കാളും ഭേദമാണ് എന്ത്? ഇത് ചോദിച്ചാൽ കുറേയും കൂടി ബലാവില്ലേ? അച്ഛന് കൊടുത്ത വാക്കില്ലേ അങ്ങയുടെ കയ്യിൽ, എന്നിട്ടല്ലേ എന്നെ കല്യാണം കഴിച്ചു, ഇപ്പം പറ്റിക്കുകയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കേൾക്കുമ്പോൾ എന്ത് തോന്നും? ശരിയെന്ന് തോന്നും. പക്ഷെ കൈകേയി വർത്തമാനം എവിടെയും മിണ്ടിയതായിട്ട് നമ്മളൊക്കെ അറിയില്ല. എന്തുകൊണ്ട് കൈകേയി മിണ്ടിയില്ല? കൈകേയിക്ക് അതറിയില്ല. കൈകേയിക്ക് ഇങ്ങനെ ഒരു കരാറുള്ളത് കൈകേയിക്ക് അറിയില്ല. അപ്പം ഇരിക്കട്ടെ, സംഗതി ശരി, സമ്മതിച്ചു. അശ്വപതി മഹാരാജാവിനൊന്നും ഇടപെട്ട് പറയാറുന്നില്ലേ, രാജാവ് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അങ്ങ് അത് മറക്കരുതേ, മകളുടെ കുട്ടിക്ക് കൊടുക്കണേ രാജ്യം എന്ന് അശ്വപതി മഹാരാജാവുമാരോട് പറഞ്ഞിട്ടില്ല? ദശരഥനോട് പറഞ്ഞു. എന്താ പറയാഞ്ഞത്? അതിൻ്റെ കാരണം എന്താണെന്നറിയാം? ഈ അശ്വപതി മഹാരാജ ഒരു അന്തസ്സിൻ്റെ കൂട്ടത്തിൽ അന്തസ് നല്ലോണമുള്ളൊരു മഹാത്മാവാണ്. അദ്ദേഹത്തെ മറന്നതൊന്നും ആവില്ല. എന്താ വെച്ചാൽ ഈ 4 മക്കളില്ലാതെ കണ്ടുണ്ടായ 4 മക്കള് ഒരൊടലിൻ്റെ മുകളിൽ നിന്നുണ്ടായ 4 കൈ പോലെ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം സ്നേഹത്തോടെ കെട്ടിമറിഞ്ഞ് സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ലോകത്തൊരു ദിക്കിലും കാണാത്ത സാഹോദര്യ ദൃഢതയോട് കൂടി നടക്കുമ്പം രാമനാണെങ്കിൽ ഈ ഇളയതിന് 3 എണ്ണത്തിനും ഈശ്വരനാണ്. ഇനി ഏട്ടൻ എന്ന് പറഞ്ഞ് ചാവാൻ തയ്യാറാണ് ആര്? ഈ 3. അവർക്ക് ഏട്ടനില്ലാത്തൊരു ജീവിതമില്ല, വർത്തമാനമില്ല. ഏട്ടനാണെങ്കിൽ അനിയന്മാരില്ലാത്തൊരു കഥയില്ല. അനിയന്മാർക്ക് വേണ്ടി ജീവിക്കണ ഒരു ഏട്ടന്മാർക്ക് മാത്രമായിട്ടുള്ള 3 അനിയന്മാരും എന്ന മട്ടിൽ കുട്ടിയോള് നടക്കുമ്പോൾ ഈ പഴയ കുത്തിത്തിരിപ്പ് പുറത്തേക്ക് എടുക്കണ്ടെന്ന് ആര് വിചാരിച്ചിട്ടുണ്ടാവും? രാമൻ രാജാവായാൽ അതാവും ഭരതൻ അതിലേറെ കേമാവുക എന്ന് ആര് ധരിച്ചിട്ടുണ്ടാവും? അവരുടെ ബന്ധം കൊണ്ടേ. അതുകൊണ്ട് അശ്വപതിയും മിണ്ടിയില്ല. ശരി, സമ്മതിച്ചു, അവിടെ ഇരിക്കട്ടെ. എന്നാൽ ഈ രാമൻ എന്ത് ചെയ്യാറുന്നു? 2ാമത് അച്ഛൻ വിളിച്ചപ്പോൾ ഇക്കാര്യം രാമനോട് പറയുമ്പോൾ രാമൻ ചെയ്യേണ്ടത് എന്താ? അച്ഛാ, എന്നാലേ ഭരതനെ കൊടുത്തോളൂ, എനിക്ക് രാജ്യം വേണ്ടാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോണ്ടേ? രാമൻ അത് ചെയ്തു. എന്നിട്ട് നമ്മൾ രാമനെ വലിയ ധർമ്മിഷ്ഠൻ എന്ന് പറയുന്നു. അതെന്തായിരിക്കും? മറുപടി പറയുമ്പോൾ ഒക്കെ പറയണമല്ലോ, ശരിയല്ലേ? അത് 2ാമത് വിളിച്ചപ്പോഴായിരിക്കണം ഇത് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ 2ാമത് ഇക്കാര്യങ്ങളൊക്കെ കേട്ട് രാമൻ ഇത്തിരി മങ്ങിയ മുഖത്തോടു കൂടി പോയി എന്നല്ലാതെ കണ്ട് രാമൻ എന്ത് പറഞ്ഞില്ല? അങ്ങനെയാണെങ്കിൽ അച്ഛാ അത് ഭരതന് കൊടുക്കോ, എന്തിനാണ് നമ്മൾ വിഷമിക്കണത്? അങ്ങനെയാണെങ്കിൽ അതല്ലേ വേണ്ടത്, ഞാൻ കാട്ടിക്ക് പോയിക്കോളാം, എനിക്ക് രാജ്യം വേണ്ടാന്ന് ആ 2ാമത്തെ വരവിൽ രാജ്യം ഉപേക്ഷിക്കേണ്ടിയിരുന്നു ആര്? രാമൻ എന്തുകൊണ്ടത് ചെയ്യാഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാണെന്നറിയോ? അത് രാമൻ്റെ മഹിമ തന്നെയാണ്. അതായത് അച്ഛൻ മന്ത്രിമാരോട് ആലോചിച്ചു തീരുമാനിച്ചു രാജാവാക്കണ കാര്യം, ശരിയല്ലേ? സഭാവാസികളോട് ആലോചിച്ചിട്ട് ബില്ല് പാസ്സാക്കി അച്ഛൻ. നാട് മുഴുവൻ അറിയിച്ചു, എല്ലാവരെയും അറിയിച്ചു. 2 കൂട്ടരെ വെച്ച് എല്ലാവരെയും അറിയിച്ചു. സകലരും അറിഞ്ഞു. നാട്ടിലുള്ളവരൊക്കെ പാട്ടായിട്ട് അവരൊക്കെ ഒരുക്കങ്ങൾ നടത്തി. ഒടുക്കാണ് ആരെ വിളിച്ച് എന്ത് പറഞ്ഞത്? നാളെ രാജാവാക്കാൻ പോവുകയാണെന്ന്. രാമനൊന്നും മിണ്ടിയില്ല, തിരിച്ചു പോന്നു. 2ാമത് വന്നപ്പോഴാണ് എന്ത് പറയുന്നത്? ഭരതൻ ഇവിടെ ഇല്ലാത്ത സമയമല്ലേ കുട്ടിയെ, നന്നായി, തന്നെയാണ് നല്ലത്. ഭരതൻ നല്ല കുട്ടിയാണേ, എന്നാലും മനുഷ്യൻ്റെ മനസ്സല്ലേ മോനെ, ഇപ്പോഴാ മാറുക എന്നറിയോ എന്നൊക്കെ ചോദിച്ചു. നമുക്കത് കേട്ടപ്പോൾ ഒരു പരിഭ്രമം തോന്നി. പരിഭ്രമിക്കേണ്ട കാര്യമില്ല, രാജാവിൻ്റെ ഉള്ളിൽ ഇതുണ്ട്. ഏത്? പഴയ കരാറുണ്ട്. അതുകൊണ്ടാണ് രാജാവ് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഭരതൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് സംശയം പറയാൻ കാരണം ഭരതൻ നല്ല കുട്ടിയാണ് വെച്ചാൽ മനുഷ്യൻ്റെ മനസ്സല്ലേ എന്നൊക്കെ വീണ്ടും പറയാനും അച്ഛൻ ഇങ്ങനെ, അതുകൊണ്ട് എനിക്ക് നീ തന്നെ രാജാവായിട്ട് കണ്ട് മരിക്കേ വേണ്ടു എന്ന് വേവലാതി പറയാനും രാജാക്കന്മാർ മരിക്കാൻ പോകുമ്പോഴത്തെ ലക്ഷണമാണ് കാണണതെന്നൊരു വെപ്രാളം കാണിക്കാനും എന്നാലോ അശ്വപതി മഹാരാജാവിനെയും അതുപോലെ ജനകനെയും വിളിക്കാതിരിക്കാനും ഒക്കെ രാജാവ് കാണിച്ചൊരു വെപ്രാളുണ്ടല്ലോ. ആ വെപ്രാളത്തിൻ്റെ കാരണം ഇതാണ്. എന്ത്? അപ്പോൾ രാമൻ എന്തുകൊണ്ടത് ഉപേക്ഷിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതിൻ്റെ കാരണം എന്താണെന്നറിയൂ?
അച്ഛൻ എല്ലാ ദിക്കിലും അറിയിച്ച് എല്ലാവരും രാജാവിൻ്റെ തീരുമാനത്തെ കൊണ്ടാടി ആഘോഷിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രാമൻ ഒരു ദിവസം എഴുന്നേറ്റ്, എനിക്ക് രാജ്യം വേണ്ട, ഭരതന് കൊടുത്തോളൂ, എനിക്ക് രാജ്യം വേണ്ട, ഭരതന് കൊടുത്തോളൂ, ഭരതനാണ് രാജാവ് എന്ന് രാമൻ പ്രഖ്യാപിച്ചാൽ നാണം കെട്ട് നാറി വശം കെട് ആരാ നാറി ചീത്തയാവുക? അച്ഛൻ പേര് ദോഷം വരും. ആ രാജാവിനൊരു വിലയില്ല, ഒരു കാര്യമില്ല, അയാൾ അങ്ങനെ അത്രേ. മറ്റേ കുട്ടികളിൽ ഇന്ന് പറയുമ്പോൾ അച്ഛൻ അപമാനിക്കപ്പെടും.